ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. നോമ്പ് സമയത്തും അല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എഗ്ഗ് ഡോണറ്റ് എന്നാണ് ഈ ഒരു പലഹാരത്തിൻ്റെ പേര്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കൂട്ടാണ് ഇതിൽ തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സബോള, 1 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ഇത്രയും നല്ല പോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ടുള്ള മസാലക്കൂട്ട് തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രയും ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ ഇത് കിട്ടുള്ളൂ. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഒന്നിച്ച് ചതച്ചതാണ് ഇതുപോലൊരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഇത് നല്ല പോലെ വെന്ത് കുഴഞ്ഞ് കിട്ടിക്കോളും. ഇപ്പോൾ ഇത് 2 മിനിറ്റ് സമയമായിട്ടുണ്ട്. നല്ലപോലെ വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഒരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ഒരു പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നേരം ഇതൊന്ന് വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ ദാ 1 മിനിറ്റ് സമയമായിട്ടുണ്ട്. ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. 3 മുട്ട പുഴുങ്ങിയതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാതെ ഈ ഒരു എണ്ണയിൽ തന്നെ നമുക്കിത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് വേവിച്ചെടുക്കണം. ഒട്ടും വെള്ളം ഒഴിക്കരുത്. നല്ല കട്ടിയായിട്ട് കുഴഞ്ഞ് വരണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഈ ഒരു മുട്ടയിലും കിഴങ്ങിലും കൂടെ ആ ഒരു മസാല പിടിച്ച് കിട്ടാനായിട്ട് ഒരു 1.5 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അതാ നല്ല കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് അളവിൽ 1/4 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലൊരു സ്പൂൺ അളവിൽ 2 സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 30 മില്ലി അളവിൻ്റെ ഒരു സ്പൂണാണിത്. ഈ ഒരു സ്പൂണിന് 2 സ്പൂൺ അളവിൽ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പൊടികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പൊടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പലഹാരത്തിൻ്റെ പുറം ഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് യോജിപ്പിച്ച് വെച്ചിട്ടുള്ളത്. ഇനി അടുത്തതായി ഇതുപോലെ ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഫോർക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ല പോലെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇതും ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായി ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ ചെറിയ പൊടിയായിട്ടുള്ള സേമിയ എടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എടുത്തിട്ടുള്ള സേമിയ വറുത്ത സേമിയാണ്. വറുക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായി നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിലൊന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് അതിലൊന്ന് ഹോളിട്ട് കൊടുക്കണം. ഈ വിരലൊന്ന് വെള്ളത്തിലിട്ട് നനച്ചതിന് ശേഷം വേണം ഇതുപോലെ ഹോളിട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഒരു വടയുടെ അല്ലെങ്കിൽ ഒരു ഡോണറ്റിൻ്റെ ഒക്കെ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊടി മിക്സിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അടിച്ചു വെച്ചിരുന്ന ആ ഒരു മുട്ടയിലും കൂടെ മുക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഈ സേമിയയിലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം പൊട്ടിപ്പോവാതെ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ചേരുന്നത് കൊണ്ട് തന്നെ കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ കഴിക്കാനും ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റുമാണ്. ഇപ്പോൾ ആ ഒരു സേമിയയൊക്കെ ആ ഒരു ഹോളിലൊന്ന് അടഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ ചെയ്ത് കാണിക്കുകയാണ്. ഇതിൽ നിന്ന് കുറച്ച് മിക്സ് എടുത്തതിന് ശേഷം നല്ലപോലെ ഉരുട്ടിയെടുത്തിട്ട് അതിലൊന്ന് ഹോളിട്ട് കൊടുക്കുക. എന്നിട്ടത് ആ ഒരു പൊടിയുടെ മിക്സിലേക്കൊന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം മുട്ടയിലും കൂടെ ഒന്ന് മുക്കിയെടുത്തിട്ട് വീണ്ടും ഈ ഒരു സേമിയയിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഒരു ഹോള് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് ഇതുപോലൊരു സ്പൂണിൻ്റെ ബാക്ക് വശം വെച്ചിട്ടൊന്ന് കറക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്.
ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു പലഹാരം എണ്ണയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കരുത്. ഒരു പകുതി മുങ്ങിയാൽ മതി. ആ ഒരു പരുവത്തിന് വേണം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നാലാണ് ഇത് പൊട്ടിപ്പോവാതെ നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് കിട്ടുള്ളൂ. അതുപോലെ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഉടനെ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറമേ കരിഞ്ഞു പോകും. ഇപ്പോൾ ഞാനിതെല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.